ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദാവീദ്. ഞാൻ ഇന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ബോക്സിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ്. പിന്നെ നമ്മുടെ നായകൻ ആന്റണി വർഗീസ് പെപ്പെ, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ അലസമായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. അത്യാവശ്യം മദ്യപാനവും അതുപോലെ തന്നെ ജോലിക്ക് പോകത്തില്ല, എപ്പോഴും വീട്ടിലുള്ള ഉറക്കം തൂങ്ങിയായിട്ടുള്ള ഒരു നായകൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുൻകാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് അയാളുടെ മനസ്സിൽ ഉണ്ട്. അത് അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ അദ്ദേഹം അതിലേക്ക് എത്തുമ്പോഴാണ് സത്യം പറഞ്ഞ സിനിമ വേറെ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ആ ബോക്സിങ്ങുമായി കണക്ട് ചെയ്യുന്ന ഒരു വിഷയമായി വരുന്നതും അത് തന്നെയാണ്. ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് വിദേശിയാണ്. ആ വില്ലനുമായിട്ട് യാദൃച്ഛികമായി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ ഉണ്ടാകുന്ന ഒരു ക്രാഷ്. അപ്പോൾ അതാണ് ഈ സിനിമയെ അതിന്റെ ഹൈപ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ ചേട്ടന്റെ റോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ്, പിന്നെ ഇതിലെ നായിക ലിജിമോൾ ജോസ്, നമ്മുടെ പെപ്പയുടെ വൈഫായിട്ടാണ്, അല്ലെങ്കിൽ നായകന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ആഷിഖ് അബു എന്നാണ് ഇതിൽ പെപ്പയുടെ പേര് വരുന്നത്. അപ്പോൾ ലിജിമോൾ ജോസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. ഇടിയുടെ പെരുമഴ എന്നൊന്നും നമുക്ക് പറയാനില്ല. RDX ഒന്നും പോലെ ഉടനീളം ഇടി അങ്ങനെയുള്ള ഒരു ചിത്രമല്ല. തനിനാട് ഇന്റർനാഷണൽ ഫിലിം എന്ന് പറയാം. കാര്യം സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റൈലിൽ തന്നെയാണ്. കാര്യം ബോക്സിംഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമ അല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ പടത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എടുക്കുമ്പോൾ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് യാതൊരു ബോറടി ഇല്ലാതെ കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഓക്കെ, ബൈ, താങ്ക് യു.